രമ്യ ഹരിദാസിനെതിരെ എ വിജയരാഘവൻ നടത്തിയ പരാമർശം സ്ത്രീവിരുദ്ധവും ഇടതുപക്ഷത്തിന്റെ രാഷ്ട്രീയ സംസ്കാരത്തിന് നിരക്കാത്തതുമാണെന്നാണ് എഴുത്തുകാരനും പ്രഭാഷകനുമായ സുനിൽ പി ഇടയിളം പറയുന്നത്. രമ്യ ഹരിദാസിനെതിരെ എ വിജയരാഘവൻ നടത്തിയ പരാമർശം സ്ത്രീവിരുദ്ധവും ഇടതുപക്ഷത്തിന്റെ രാഷ്ട്രീയ സംസ്കാരത്തിന് നിരക്കാത്തതുമാണെന്നാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത്. സ്ത്രീയെ കേവല ശരീരമായി കാണുന്ന പൊതുബോധത്തിന്റെ പ്രകാശനമാണിത്. നിശ്ചയമായും ഇത് തിരുത്തപ്പെടണമെന്നും അദ്ദേഹം തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിച്ചിരിക്കുകയാണ്. ആലത്തൂരിന്റെ സ്ഥാനാർത്ഥി പെൺകുട്ടി, അവൾ ആദ്യം പോയി പാണക്കാട് തങ്ങളെ കണ്ടു, പിന്നെ കുഞ്ഞാലിക്കുട്ടിയെ കണ്ടു. അതോടുകൂടി ആ കുട്ടിയുടെ കാര്യം എന്താകുമെന്ന് എനിക്ക് പറയാൻ വയ്യ, അത് പോയിട്ടുണ്ട് എന്നായിരുന്നു വിജയരാഘവന്റെ വാക്കുകൾ. പൊന്നാനിയിൽ PV അൻവറിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച UDF കൺവെൻഷനിലായിരുന്നു ഇത്തരത്തിലുള്ള ഒരു വിജയരാഘവന്റെ സംസാരമുണ്ടായത്. ഇടതുപക്ഷ മുന്നണി കടുത്ത വിയോജിപ്പാണ് വിജയരാഘവന്റെ ഈ പ്രസ്താവനയ്ക്കെതിരെ രേഖപ്പെടുത്തിയതും. എ വിജയരാഘവന്റെ പ്രസ്താവന അനവസരത്തിലുള്ളതും UDFനാണ് മേൽക്കൈ ഉണ്ടാക്കി കൊടുത്തതെന്നും LDF രൂക്ഷമായി വിമർശിക്കുകയും ചെയ്തു. തനിക്കെതിരെ മോശം പരാമർശം നൽകിയതിനെ തുടർന്ന് DYSPക്കാണ് രമ്യ പരാതി നൽകിയിരിക്കുന്നത്. തനിക്കെതിരെ നടത്തിയ പരാമർശം ആസൂത്രിത നീക്കമാണെന്ന കാര്യത്തിൽ സംശയമില്ല എന്നാണ് രമ്യ ഹരിദാസ് പറഞ്ഞത്. കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി മുഖ്യമന്ത്രി നടത്തിവന്ന പരിപാടികളിൽ പ്രധാന വിഷയം നവോത്ഥാനമായിരുന്നു. അത്തരത്തിലുള്ള പരിപാടികൾ നടത്തിവന്ന പാർട്ടിയുടെ കൺവീനറിന്റെ ഭാഗത്തു നിന്ന് ഇത്തരത്തിൽ ഒരു പരാമർശമുണ്ടായപ്പോൾ അവർ പറയുന്ന നവോത്ഥാനം എന്താണെന്ന് ചോദിക്കേണ്ടിയിരിക്കുന്നുവെന്നാണ് ഇപ്പോൾ രമ്യ ഹരിദാസ് പറയുന്നത്. എതിർസ്ഥാനത്ത് മത്സരിക്കേണ്ടവരോട് കാണിക്കേണ്ട മാന്യത അദ്ദേഹം കാണിച്ചിട്ടില്ല എന്നും ഇവിടെ ചൂണ്ടിക്കാട്ടുന്നു. ഇടതുപക്ഷത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന, വ്യക്തിപരമായി അറിയാവുന്ന ഒരുപാട് സഖാക്കന്മാർ ഇവിടെയുണ്ട്. അവരൊന്നും ഈ പരാമർശത്തെ ന്യായീകരിച്ചിട്ടില്ല എന്നും രമ്യ ഹരിദാസ് പറഞ്ഞു. സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഒരു നല്ല തീരുമാനം ഉണ്ടാകാത്തതിൽ ഖേദമുണ്ടെന്നും അവർ പ്രതികരിച്ചിരുന്നു. ഇത്തരത്തിലുള്ള പരാമർശങ്ങൾക്ക് മറുപടി നൽകേണ്ടത് ആലത്തൂരിലെ ജനങ്ങളാണെന്നും രമ്യ ഹരിദാസ് പറഞ്ഞു. അതേസമയം നേരിട്ടും സോഷ്യൽ മീഡിയ വഴിയുമെല്ലാം ജനങ്ങളുടെ വലിയ പിന്തുണ രമ്യ ഹരിദാസിന് ലഭിക്കുന്നുണ്ട്. മുന്നോട്ട് പോകണമെന്ന് പറഞ്ഞ് ആലത്തൂരിലെ ജനങ്ങൾ വന്നതിൽ വലിയ സന്തോഷമുണ്ടെന്നും രമ്യ വ്യക്തമാക്കുന്നുണ്ട്. 300ഓളം വേദികളിൽ ഇത്തരത്തിലുള്ള പരാമർശം നടത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് ഖേദം പ്രകടിപ്പിച്ചാൽ തീരാവുന്ന പ്രശ്നമല്ല എന്നും രമ്യ ഹരിദാസ് പറയുന്നുണ്ട്. പാർട്ടിയിലെ മുതിർന്ന നേതാക്കന്മാരുമായി സംസാരിച്ചതിന് ശേഷമാണ് പോലീസിൽ പരാതി നൽകിയതെന്നും രമ്യ ഹരിദാസ് വ്യക്തമാക്കുന്നു. അതേസമയം സുനിൽ പി ഇടയിളത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ്: രമ്യ ഹരിദാസിനെതിരെ എ വിജയരാഘവൻ നടത്തിയ പരാമർശം സ്ത്രീവിരുദ്ധവും ഇടതുപക്ഷ രാഷ്ട്രീയ സംസ്കാരത്തിന് നിരക്കാത്തതുമാണ്. സ്ത്രീയെ കേവല ശരീരമായി കാണുന്ന പൊതുബോധത്തിന്റെ പ്രകാശനമാണിത്. ഇത് നിശ്ചയമായും തിരുത്തപ്പെടണം. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.